കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാവൂരിലെ മണന്തലക്കടവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പാലം വരിക എന്നത് നൂറ്റാണ്ട് കാലത്തെ ദീർഘമുള്ള ആവശ്യമാണ്. എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഇന്നുവരെ ഇവിടെ ഒരു പാലം വരിക എന്നത് യാഥാർത്ഥ്യമായിട്ടില്ല. തൊട്ടടുത്ത ഊർക്കടവിലും കൂളിമാടും എളമരത്ത് പോലും പാലം യാഥാർത്ഥ്യമായിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് പാലം വരാത്തത് എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാവൂരിൻ്റെയും തൊട്ടടുത്ത വാഴക്കാടിൻ്റെയും വികസനം ലക്ഷ്യമാക്കി ഈ പ്രദേശത്തൊരു പാലം വരിക എന്ന ആഗ്രഹത്തിലാണ്, പ്രതീക്ഷയിലാണ് ഈ വരുന്ന ബഡ്ജറ്റിലെങ്കിലും ജനങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ പ്രതീക്ഷയോടെ മണന്തലക്കടവ് പാലം നാളെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് മാവൂരിലെയും വാഴക്കാട്ടെയും ജനങ്ങൾ. പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന മണന്തലക്കടവ് പാലം ഈ വർഷത്തെ ബജറ്റോടെ യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണവർ. പണ്ടുമുതലേ തന്നെ ചാലിയാറിലെ ആദ്യ കടവുകളിലൊന്നാണ് മാവൂർ വാഴക്കാട് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന മണന്തലക്കടവ്. നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്നു. മണന്തലക്കടവിൽ ഒരു പാലം വരിക എന്ന് പറഞ്ഞാൽ മാവൂരും വാഴക്കാടും എടവണ്ണപ്പാറയും വികസനത്തിന്, അതായത് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യ ഘടകമാണ് ഇവിടെ ഒരു പാലം വരിക എന്ന് പറഞ്ഞത്. ഈ പാലം ആവശ്യമാണ്. ഒരുപാട് കാലങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുമ്പ് 40-50 വർഷം മുന്നേ ഇതിൻ്റെ മണ്ണ് പരിശോധന, മറ്റ് പരിശോധനകൾ കഴിഞ്ഞിട്ട് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും മണന്തലക്കടവിൽ ഒരു പാലം വരുന്നില്ല. ഈ എളമരം കടവും അതേമാതിരി തന്നെ ഊർക്കടവ് പാലമൊക്കെ വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെയാണ് ഈ വാഴക്കാട് കടവിൻ്റെ ഈ പാലത്തിൻ്റെ മണ്ണിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞത്. എന്തുകൊണ്ടുള്ള തടസ്സമാണെന്ന് അറിയില്ല. തൊട്ടടുത്ത പാലങ്ങളുണ്ടായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവിടെ എന്തിനാണ് ഒരു പാലം എന്നാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷേ അതിന് പ്രശസ്തി എന്താ വെച്ചാൽ ഇവിടെ മാവൂരിൻ്റെ വികസനം, മാവൂരിൻ്റെ ആവശ്യം, മാവൂര് വികസിക്കണമെങ്കിൽ എളമരം കടവിൽ പാലം ഉണ്ടായതുകൊണ്ട് മാവൂരൊക്കെ ഒരു വികസനം ഉണ്ടാവില്ല, ഊർക്കടം ഉണ്ടായിട്ടും മാവൂരിൻ്റെ വികസനം ഉണ്ടാവില്ല. മാവൂരിൻ്റെ വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് മണന്തലക്കടവിൽ പാലം വന്നേ പറ്റും. 1960കളിൽ മാവൂർ ഗോളിയോറൻസ് ഫാക്ടറി ഉള്ള കാലത്തു തന്നെ പാലമെന്ന ആവശ്യമുയർന്നിരുന്നു. 5 കിലോമീറ്റർ താഴെ ഊർക്കടവിലും പിന്നീട് എളമരത്തും പാലം വന്നെങ്കിലും ഇപ്പോഴും മാവൂരിലെത്താൻ ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയാണ്. നമ്മളെ ഈ മണന്തലക്കടവ് പാലം വരാൻ 10-50 വർഷമായി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് കുറ്റിയടിച്ച്, പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മളെ വാഴക്കാടൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരു പാലത്തിൻ്റെ സർവേ ഒക്കെ ആയിട്ട് വന്ന് എഞ്ചിനീയർമാർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് നമ്മൾ വിചാരിച്ചിന്ന് വരും, നാളെ വരും. അതിൻ്റെ ശേഷം ഇപ്പോൾ കൊടിമാട് വന്ന്, എളമരം വന്ന്, അതിനോട് നമുക്ക് വാഴക്കാടേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഇപ്പോഴും ആയില്ല. 8 കിലോമീറ്റർ ഓടണം വാഴക്കാട് എത്തുന്നത്. ഊർക്കടവിലൂടെ ആണെങ്കിൽ 11 കിലോമീറ്ററാണ് നമ്മളെ മണന്തലക്കടവിൽ നിന്ന്. അപ്പോൾ അടുത്ത് തന്നെ ഇതൊരു താമരശ്ശേരിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വളരെ ദൂരം കുറഞ്ഞ് തിരക്ക് കുറക്കാനൊക്കെ പറ്റിയൊരു പാലാണ് മണന്തലക്കടവ്. കുറേ വർഷമായി നമ്മൾ മാവിൻ്റെ ഒരു വികസനവും കമ്പനിയും ഒക്കെ ഉള്ളതാണല്ലോ ഇവിടെ. അതിന് ഇവിടെ കമ്പനിയുള്ള കാലത്ത് തന്നെ വരേണ്ടതായിരുന്നു. ബോട്ടാപാടത്തിൽ അതിൻ്റെ ശേഷം വരേണ്ടതാണ്, അതും വന്നില്ല. നമ്മൾ ഇവിടെ ഒരു പാലം അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടാകും നമ്മുടെ നാട്ടുകാരെല്ലാവരും ആവശ്യം, മാവിൻ്റെ വികസനം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ സർവേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പാലത്തിൻ്റെ ബോറിങ്ങൊക്കെ നോക്കി 23 മീറ്റർ ഉണ്ട് നമ്മൾ മാവൂർ ഭാഗത്ത്, 17 മീറ്ററാണ് അക്കരെ വാഴക്കാട്. പിന്നെ സർവേ ഞങ്ങളെ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും സർവേ കഴിഞ്ഞ് നിൽക്കുക. പിന്നെ ഈ പാലം വകുപ്പിൻ്റെ വണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകലുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് ഒരു പാലം വകുപ്പിൻ്റെ വണ്ടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്നൊരു പാലം ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണമെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം. മണന്തലക്കടവ് പാലത്തിനായി മാവൂരിൽ അനിശ്ചിതകാല സത്യാഗ്രഹമടക്കം പ്രക്ഷോഭങ്ങൾ വരെ നടന്നിരുന്നു. നേരത്തെ 2.80 ലക്ഷം രൂപ ചെലവഴിച്ച് മണ്ണ് പരിശോധനയും മുകളിലെ പ്ലാനും പൂർത്തിയാക്കിയിരുന്നു. മണന്തലക്കടവിൽ 2 പേരുടെ മരണത്തിനിടാക്കിയ തോണി അപകടം നടന്നത് ഇന്നും നടുക്കത്തോടെയാണ് നാട്ടുകാർ ഓർത്തെടുക്കുന്നത്. നേരത്തെ മുസ്തഫ പൂവാടിച്ചാലി നൽകിയ നിവേദനത്തിന് മറുപടിയായി മണന്തലക്കടവ് പാലത്തിനായി മണ്ണ് പരിശോധനയും പ്ലാനും എസ്റ്റിമേറ്റും പൂർത്തിയായെന്നും ബജറ്റിൽ ഉൾപ്പെടുത്താൻ ഫയൽ ധനവകുപ്പിൻ്റെ പരിഗണനയിലാണെന്നും രേഖാമൂലം അറിയിച്ചിരുന്നു. 50 വർഷത്തോളമായി മാവൂരിലെയും പുഴയുടെ അക്കരെയുള്ള മലപ്പുറം ജില്ലയിലെ വാഴക്കാടുമുള്ള 2 ഗ്രാമങ്ങളുടെയും വലിയ ആവശ്യമാണ്, താല്പര്യമാണ് മാവൂര് വാഴക്കാട് ചാലിയാറിന് കുറുകെയുള്ള പാലം വേണമെന്ന ആവശ്യം. ഏതോ കാലം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സാങ്കേതിക പഠനങ്ങളും ചില വിഷയങ്ങളും എല്ലാം തന്നെ അതിനിടത്തും വലത്തും ഊർക്കടവിലേക്കും എളമരത്തേക്കും തട്ടി നീക്കി ഈ 2 ഗ്രാമങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും
അവർ വന്നു പോകാനുള്ള സൗകര്യങ്ങളെയും ഒക്കെ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കരെ നിന്ന് അക്കരത്തേക്ക് മറ്റൊരു വായക്കാട് പഞ്ചായത്തിലേക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഏത് വഴിയായാലും 6-7 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. എന്നാൽ സാങ്കേതിക സൗകര്യങ്ങളുടെ പേര് പറഞ്ഞ് പലപ്പോഴും മാറിയിട്ടുണ്ടെങ്കിലും ചുരുങ്ങിയത് 10ഓളം പ്രാവശ്യം ഭൂമി പരിശോധനയും വിവിധ സാങ്കേതിക പരിശോധനകളും നടത്തി മാവൂരിലെയും വായക്കാടും പ്രദേശത്തുമുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കി എന്നുള്ളതാണ് കഴിഞ്ഞിടത്തോളം കാലം നടന്നിട്ടുള്ള പ്രവൃത്തി. ഇതിനായിട്ട് 7ഓളം പ്രാവശ്യം ബജറ്റിൽ ടോക്കൺ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ടോക്കൺ വെക്കുന്നു, പിന്നീട് പിൻവലിക്കുന്നു, പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നത് കേൾക്കുന്നുമില്ല. പിന്നീട് നമ്മളൊരു മണ്ണ് പരിശോധനയാണ് കാണുന്നത്. ഈ 2 പ്രദേശത്തും വലിയ ബന്ധങ്ങൾ തോണിയുള്ള കാലം, ബോട്ടുള്ള കാലം തന്നെ സ്ഥാപിച്ചു വെച്ചതുണ്ട്. അവരുടെ അറ്റുപോകുന്ന ബന്ധങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഇത്തരത്തിലൊരു പാലം വരുന്ന വഴി വാഴക്കാട് പ്രദേശത്തിലുള്ള ഒട്ടനവധി പേർക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഇക്കരെ നിന്ന് എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോളേജ് സൗകര്യങ്ങൾ, പഠന സൗകര്യങ്ങൾ, നിരവധി സൗകര്യങ്ങൾ ഇതുവഴി ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇന്നേ വരെ കാര്യക്ഷമമായ രീതിയിൽ ആരും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ യാത്രാ ദുരിതവും മറ്റും ബന്ധങ്ങൾ തന്നെ അറ്റുപോകുന്ന ഒട്ടനവധി പ്രയാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ താമരശ്ശേരി കൊടുവള്ളി ഭാഗത്തു നിന്ന് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്ന ഏതൊരാൾക്കും അനായാസം വഴി ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ നേരെ തന്നെ പാസ് ചെയ്ത് മലപ്പുറം ജില്ല വഴി നേരിട്ടെത്താവുന്ന ഏറ്റവും കുറുക്ക് വഴിയാണ്. അതിനപ്പുറം മറ്റൊന്ന്, ഈ 2 പ്രദേശങ്ങളും ഇന്നും വായക്കാട് പഞ്ചായത്തും വായക്കാട് അങ്ങാടിയും അതുപോലെ തന്നെ മാവൂർ അങ്ങാടിയും രണ്ടും ഗോളിയോറൻസിൻ്റെ ഇല്ലായ്മയോടുകൂടി ഒരു മന്ദീപിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പാലം വരുന്നതോടുകൂടി ഈ 2 പ്രദേശവും മെച്ചപ്പെടും, പുരോഗതി ഉണ്ടാവും, വലിയ തരത്തിലുള്ള മെച്ചം വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ആ സ്ഥലം അഭിവൃദ്ധിപ്പെടും, മെച്ചപ്പെടും എന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വരാനും പോകാനും, അത്രയും ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണന്തലക്കടവ് പാലത്തിന് നാളെ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഫണ്ട് വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ്. ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഐറ്റംസിന് 10% മുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഓഫറിൽ 490 രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും 190 രൂപ മുതലാണ് വില വരുന്നത്. 390 രൂപ വില വരുന്ന ലേഡീസ് സ്കേർട്ടുകൾ ഈ ഓഫറിൽ വെറും 149 രൂപ മുതൽ ലഭ്യമാണ്. ഇവിടെ ഇപ്പോൾ ഷോളുകൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. 99 രൂപ മുതലാണ് വില വരുന്നത്. 490 രൂപ വില വരുന്ന ജെൻസ് ട്രെൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും 199 രൂപ മുതൽ ലഭ്യമാണ്. 390 രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും 100 രൂപ മുതൽ ലഭ്യമാണ്. 399 രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും 99 രൂപ മുതൽ ലഭ്യമാണ്. 299 രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും 149 രൂപ മാത്രം. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, മാവൂർ കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ, പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.